കാലം കടന്നുപോയേ, പക്ഷേ ചില സൗഹൃദങ്ങൾ ഒരിക്കലും മാറിയില്ലാതെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള വീണ്ടും നമ്മളാകാൻ സ്റ്റേഷനിൽ നിന്നെത്തി ചിരികളാൽ നിറഞ്ഞൊരു യാത്ര. റോഡുകൾ നീണ്ടെങ്കിലും സന്തോഷം അതിലും നീളം. പത്ത് മണിക്ക് നദിയുടെ മടിയിൽ നമ്മൾ ഒരു പുതിയ യാത്ര തുടങ്ങി. വെള്ളം ഒഴുകിച്ച് മനസ്സ് ശാന്തമായി. വേദിയില്ലാതെ, പ്രേക്ഷകരില്ലാതെ, പക്ഷേ ഹൃദയം നിറഞ്ഞ ചിരികളാൽ നിറഞ്ഞ നിമിഷങ്ങൾ. കേരളം കേളികൊട്ടുണരുന്ന കേരളം. പ്രകൃതി നമ്മളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വലഞ്ഞു പറക്കുന്ന പക്ഷികൾ, കണ്ടൽ കാടുകളുടെ നിശബ്ദം, ഒരു സംഗീതം. ഒറ്റയടിക്ക് ചോദിക്കും എന്തിനാണ് ഇത്ര കോടികൾ ചെലവഴിക്കുന്നത്. പക്ഷെ ഓരോ തലമുറ കഴിയുന്നതോറും നമുക്കതിൻ്റെ ഉപയോഗത്തിലെത്തുമ്പോഴാണ് ഓരോ സംവിധാനം ചെയ്യുന്നത്. അതെ, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഈ പുഴ ഇപ്പം നമ്മൾ കയറിയ പുഴ കുപ്പംപുഴ, ഈ കുപ്പംപുഴ കർണാടകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പടിഞ്ഞൽക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 7201 ഉയരത്തിലാണ് അത് ഉത്ഭവിക്കുന്നത്. അതിൽ മാടായിക്കാവുണ്ട്. ചെറക്കൽ കോവിലത്തിൻ്റെ പ്രധാന ആരാധനാ ദേവിയായ തിരുവർക്കാട്ടെ ഭഗവതിയാണ് അവിടെയുള്ളത്. അതിന് കുറച്ച് പടിഞ്ഞാറ് ഭാഗം ശിവന്റെ അമ്പലമുണ്ട്. വനിതാ ദിനത്തോടനുബന്ധിച്ചല്ലേ, അപ്പം നമുക്ക് അതിനോടനുബന്ധിച്ച് കവിത എഴുതണം. ആ കവിത ഷർമിള ഉടനെ തന്നെ അവതരിപ്പിക്കുന്നതാണ്. അതുകൂടാതെ വനിതകൾക്ക്, ലോകത്തെമ്പാടുമുള്ള വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ദിനം, അതാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് മാർച്ച് 8 നമ്മൾ കൊണ്ടാടുന്നത് ലോകം മുഴുവൻ. പക്ഷെ അതിന് ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് വനിതാ ദിനം ആചരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ന്യൂയോർക്കിൽ നടന്ന, തുണിമില്ലിൽ നടന്ന വനിതകൾ 20ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ റഷ്യയിൽ നടന്നു. അങ്ങനെ പല ചരിത്രപരമായ കാര്യങ്ങളുണ്ട്. അപ്പം ആ വനിതകളുടെ എല്ലാം സമരങ്ങളും വിജയത്തിലാണ് കലാശിച്ചത്. അപ്പം ആ സമരത്തിന്റെ അനുസ്മരണം എന്നുള്ള ഒരു നിലക്കാണ് മാർച്ച് 8 വനിതാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ആദ്യത്തെ തീം എന്ന് പറഞ്ഞാൽ ഗിവ് ടു ഗെയിൻ. വടുകുന്ന ശിവക്ഷേത്രം എന്ന് പറയും. അതിന് മുട്ടി വലിയൊരു തടാകം പോലെയുണ്ട്. കരിമ്പാറ സ്ഥലമാണ്, പറ്റാത്ത ജലസ്രോതസ്സാണ്. രണ്ടെണ്ണം. നമ്മൾക്ക് എന്തൊക്കെയാണ് പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്നത്? അറിവ്, പിന്നെ നമ്മളെ അഭിപ്രായങ്ങൾ, സന്തോഷം, സങ്കടം,
പിന്നെ നമ്മളെ വിഭവങ്ങൾ, ധനം, സമയം, പിന്നെ ഒരാളുടെ പിന്തുണ, പിന്നെ പരസ്പര സഹായം എന്നിവ നൽകി സ്ത്രീകളുടെ പുരോഗതിക്ക് സംഭാവന നൽകുക. അപ്പൊ അതിനെ പറ്റി പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ട്, പിന്നെ അസുഖം കൊണ്ട് ആരാന്ന് ശരീരമുണ്ട്. അങ്ങനെയല്ല നമ്മളെന്നിട്ടിപ്പോ വിചാരിക്കുന്ന ശരി, നമ്മളെല്ലാ മാസവും ഒരു പൈസ നമ്മളെ കയ്യിലുള്ള പോലെ ഒരു മാസം എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതി ചാരി കൊണ്ടോണം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണവറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. വീട്ടിൽ നിന്നുള്ള ചെറിയ ഭക്ഷണങ്ങൾ പങ്കിട്ടപ്പോൾ അവ വലിയ സന്തോഷമായി. കളികളും കുഞ്ഞുങ്ങളായിരുന്ന കാലത്തേക്ക് തിരികെ കൊണ്ടുപോയി. ഒരു ദിവസത്തിന്റെ പാതി മാത്രം. ഇനിയും ഒട്ടേറെ ഓർമ്മകൾ ബാക്കി. സദ്യയും റീലുകളും ചിരികളും രണ്ടാം ഭാഗത്തിൽ തുടരുന്നു.